ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ചോറും റവയും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ലൊരു കിടിലൻ ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റേഷൻ അരി ചോറോ സാധാ അരി ചോറോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക, എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മാവ് കറക്റ്റ് പരുവായിട്ടില്ല. കുറച്ചൊന്ന് കുതിർന്ന് കിട്ടണം ഈ ഒരു റവ. അപ്പോൾ നമുക്ക് മാവ് കുറച്ചുകൂടെ ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പൊടികളാണ്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. ചെറിയ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ അളവിൽ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് 3ഉം കൂടെ ഒന്നിച്ച് ചതച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല, കടിക്കാനായിട്ട് കിട്ടണം നമുക്കിത്. അതുകൊണ്ടാണ് ഇതിൽ പൊടികളും എല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് സമയമായിട്ടുണ്ട്. അപ്പോഴേക്ക് ഇത് തുറന്നു നോക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഈ ഒരു മസാലയിൽ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഈ ഒരു മുട്ടയിൽ പിടിച്ചു കിട്ടുമ്പോൾ നല്ല പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൂടി 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫില്ലിങ്സിനായിട്ടുള്ള കൂട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചോറ് റവ മിക്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നു. ഇതാണ് ഇപ്പോൾ ഈ ഒരു മാവിന്റെ കറക്റ്റ് പരുവം. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു റിങ്ങും ഇറക്കി വെച്ച് കൊടുത്തു. ആ ഒരു റിങ്ങിനൊപ്പം നിൽക്കുന്ന വെള്ളം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് ഇതുപോലെ ഒന്ന് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു തട്ടിൽ മുഴുവനായിട്ടും ഞാൻ ഓയിൽ നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം, ഈ ഒരു 4 കുഴിയിലും. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ 1 സ്പൂൺ അളവിൽ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. ആവിയിൽ വേവിക്കുമ്പോൾ ഇതേപോലെ തന്നെ വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചതിന് ശേഷം അതിനുള്ളിലേക്ക് നമ്മുടെ ഈ ഒരു ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലും ഇതേപോലെ ചെയ്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാ കുഴിയിലും ഇതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കുഴിക്കകത്ത് നിൽക്കുന്ന രീതിയിൽ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുട്ട കൊണ്ട് മാത്രമല്ല, ഇതേപോലെ തന്നെ ചിക്കനിലും ബീഫിലും എല്ലാം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇളകി കിട്ടാനായിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കുടഞ്ഞ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളകി കിട്ടും.
ഇതേപോലെ എല്ലാ മാവും വേവിച്ചെടുത്ത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.